ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ബോബൻ റോസ് അല്ലെങ്കിൽ റോസ് വീൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സുമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ബോബൻ റോസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പോക്സ് വരയ്ക്കണം. സ്പോക്സ് വരയ്ക്കാൻ ഒരു കണക്കുണ്ട്, അതായത് നമ്മൾ ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ 3, 5, 7, 9 ആ ഒരു നമ്പേഴ്സിലാണ് ഇതിൻ്റെ സ്പോക്സിൻ്റെ എണ്ണം. അപ്പോൾ നമ്മൾ 5 സ്പോക്സ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 3 എണ്ണമുള്ള സ്പോക്സും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബോബൻ സ്റ്റിച്ച് ചെയ്യുമ്പം ഡബിൾ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് അഥവാ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റോസാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ സ്റ്റാൻഡ് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ എംബോസിങ് ആയിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് പോലത്തെ ഒരു റോസ് എഫക്റ്റാണ് വേണ്ടതെങ്കിൽ എപ്പോഴും ഡബിൾ സ്റ്റാൻഡാണ് നല്ലത്. അതുപോലെ തന്നെ നിങ്ങളത് സിംഗിൾ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചുറ്റി എടുക്കുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും. നമ്മൾ ഡബിൾ സ്റ്റാൻഡാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ചെയ്ത് കാണിക്കാം. അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന 5 സ്പോക്സിൻ്റെയും എൻഡിൽ നിന്ന് നമ്മൾ സെൻറ്ററിലേക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ 5 സ്പോക്സിൻ്റെ അകത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഏതെങ്കിലും 2 സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ നീഡിൽ പുറത്തേക്ക് എടുക്കുക. അപ്പം ഈ സെൻറ്ററിനോട് അടുത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ എപ്പോഴും നീഡിലെടുക്കാൻ. കണ്ടില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ സ്പോക്സിൻ്റെ അകത്തും ആൾട്ടർനേറ്റ് ആയിട്ട് മേളിലോട്ടും താഴോട്ടുമാണ് ഈ നീഡിലിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു സ്പോക്കിൻ്റെ മേളിൽ കൂടെയാണ് ഈ ത്രെഡ് പോകുന്നത്. നെക്സ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വരേണ്ടത്. അപ്പോൾ ഈ നീഡിൽ ഇതിൻ്റെ അകത്തൂടെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ മേളിലാണ് ത്രെഡ്, ഇവിടെ താഴെയാണ്. ഇനി നെക്സ്റ്റിൻ്റെ അകത്ത് പിന്നെയും മേളിൽ കൊണ്ടുവരിക, അടുത്തത് താഴെ, ഓരോ സ്പോക്കിൻ്റെയും മേളിൽ കൂടെയും താഴെ കൂടെയും ആയിട്ടാണ് നമ്മൾ നീഡിലെടുക്കുന്നത്. നമ്മൾ അധികം ടൈറ്റ് ആക്കരുത്. നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെച്ച്ഡ് ആയിട്ടിരിക്കും. ഇനി ടിപ്പ് നമ്പർ 3 ആണ്. നമ്മളെപ്പോഴും ഈ നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഈ ഒരു പോയിൻ്റ് എൻഡ് പോർഷൻ വെച്ച് വേണം നമ്മൾ ഉള്ളിലേക്ക് ഇടാൻ. അല്ലെങ്കിൽ ഈ നീഡിൽ എവിടെയെങ്കിലും തട്ടി നൂലിലോ അല്ലെങ്കിൽ ഇതിലോ തട്ടിയിട്ട് മൊത്തം കുളവാകും, പിന്നെ ത്രെഡ് മൊത്തം കുരുങ്ങും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ നീഡിലിൻ്റെ ബാക്ക് പോർഷൻ വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്കിടാൻ. ഇങ്ങനെ ഈ ഒരു സ്പോക്കിൻ്റെ എൻഡ് വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ത്രെഡ് തീർന്നു പോവാം, കണ്ടില്ലേ? ഇനി നമുക്ക് ബാക്കി ഇത്രയും ചെയ്യാനും കിടപ്പുണ്ട് ഈ റൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ നീഡിൽ
താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബാക്കിൽ നോട്ട് ഇടുക. അപ്പോൾ നമ്മൾ തീർന്ന ത്രെഡ് നമ്മൾ ബാക്കിൽ നോട്ട് ഇട്ടു. ഇനി നെക്സ്റ്റ് ത്രെഡ് എടുക്കുവാണ്. അത് നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നൂല് തീരുവാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ നീഡിൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം, പുറത്താവാൻ പാടില്ല. ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത് നൂലെടുക്കുന്നത് അങ്ങനെ ഒരു വൃത്തികേടായിട്ട് തോന്നില്ല. പിന്നെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നിടവിട്ടാണ് നമ്മളിനി ചെയ്യുന്നത്. നമ്മൾ വരച്ച ഔട്ട്ലൈൻ വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ നല്ല അടുക്കായിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു റോസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഈ നീഡിൽ അകത്തോട്ടേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് താഴെ നോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഫിനിഷിങ്ങിലാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ 3 സ്പോക്സ് ഉള്ള റോസാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എൻഡിൽ നിന്നെല്ലാം നമ്മൾ സെൻറ്ററിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ അൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കുകയാണ് ഓരോ സ്പോക്കിലും, മേളിലും താഴെയായിട്ട്. ഇത് 3 സ്പോക്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് റോളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളുടെ 3 സ്പോക്ക് വെച്ചുള്ള റോസും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ നീഡിൽ താഴേക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് എൻഡ് ചെയ്യാം. നോട്ട് ഇട്ട് കൊടുത്തിട്ട് എൻഡ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ ലീഫ് സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്.
ഇതേ രീതിയിൽ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വോവൻ റോസ് കംപ്ലീറ്റ് ആയി. നമ്മൾ എല്ലാ ലീഫും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ശരിയാവാത്തവരും ഉറപ്പായിട്ടും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.